നമ്മളൊന്നൊരു സിനിമ കാണാൻ പോയില്ലേ? സിനിമയുടെ പേര് ഓർക്കണ്ട നിങ്ങൾ? എസ് ചോർന്നത് രാമൻ അറിയ പേര്? സിത്താരെ സമീൻ പർ. സിത്താരെ സമീൻ പർ എന്നല്ല, സിത്താര എന്ന് പറയുന്നത് എന്താ ഹിന്ദിയിലെ അർത്ഥം അറിയാമോ? സ്റ്റാർ അല്ലേ? സ്റ്റാർ നക്ഷത്രം, നക്ഷത്രങ്ങളെന്ന് എൻ്റെ അർത്ഥം. അപ്പം നക്ഷത്രങ്ങൾ ഭൂമിയിൽ, അതാണ് ആ സിനിമയുടെ പേരിൻ്റെ മീനിങ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് പറയണ്ട, 1 by 1 ആയിട്ട് പറഞ്ഞത്. രാമൻ പറഞ്ഞു, രാമൻ എന്താ സിനിമ കണ്ടിട്ട് അന്ന് നിരഞ്ജൻ പറയും ആദ്യം. അത്ര മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ലച്ചുന? നമ്മളിങ്ങനെ വേറെ ആൾക്കാരുടെ ലുക്സ് പറ്റിയിട്ട് അവരെ ജഡ്ജ് ചെയ്യരുത്. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എനിക്കത്ര മനസ്സിലുള്ളൂ. ഓക്കെ, പിന്നെയോ രാമൻ എന്താ മനസ്സിലായ? ഫസ്റ്റ് നമ്മള് ഇങ്ങനെ വേറെ ആളുടെ ഇങ്ങനെ ലുക്ക് നോക്കിയിട്ട് അവിടെ ജഡ്ജ് ചെയ്യരുത്, അവിടെ ഇങ്ങനെ ടാലന്റ് ജഡ്ജ് ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ അവരുടെ ഓൺ നോർമൽ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നല്ല ഹെൽപ്പൊക്കെ കിട്ടിയാൽ നമുക്ക് അങ്ങനെ ഡിസബിലിറ്റീസ് ഉണ്ടായാലും എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, എന്ത് അച്ചീവ് ചെയ്യും. ആക്ച്വലി ഡിസേബിൾ എന്നല്ല പറഞ്ഞ അവരെ, സ്പെഷ്യലി ഏബിൾഡ് എന്നാണ്. നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള ആളുകളാണ് ആ സിനിമയിൽ ആ ഹീറോൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളുകൾ. അത് നീ എടുത്തോ, കുഴപ്പമില്ല. ആ ഹീറോ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിനകത്ത് അവരുടെ കോച്ച് ആരാന്ന് മനസ്സിലായോ? ആരാ? ആമിർ ഖാൻ. ആമിർ ഖാൻ്റെ മുമ്പ് നിങ്ങൾ കണ്ടുള്ള സിനിമകൾ ഏതാണ് ഇഷ്ടപ്പെട്ട സിനിമ? ഏതുള്ളത്? ധൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു മത്സരം നടക്കണ്ടേ? ആ മത്സരത്തിൽ ആമിർ ഖാൻ്റെ ടീം ജയിക്കാതെ തോക്കുക ചെയ്യണേ, തോക്കും. പക്ഷെ എല്ലാവരും അവർ തോറ്റിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൈയടിക്കുകയും എല്ലാവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരെ എൻജോയ് ചെയ്യുന്നില്ലേ? അത് വലിയൊരു ലെസണാണ് നമ്മുടെ ലൈഫിൽ. നമ്മളിപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ എന്തെങ്കിലും പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ എല്ലാത്തിലും ജയിക്കുന്നത് മാത്രമല്ല അൾട്ടിമേറ്റ് സക്സസ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ തോൽക്കുന്നത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് വന്ന്, അപ്പോൾ രാമൻ ലച്ചു തമ്മിലൊരു ആർഗ്യുമെൻറ്റ് വന്നു, ലച്ചു നിരഞ്ജനും തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആർഗ്യൂ ചെയ്ത് ജയിക്കുന്ന ആളല്ല, ചിലപ്പോൾ തോൽക്കണ ആളായിരിക്കും കണ്ടു നിൽക്കുന്ന ആളുകളുടെ ഹൃദയം നേടുന്നത്. നമ്മൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ ഇടം നേടുമ്പോഴാണ് നമ്മൾ ശരിക്കും കൂടുതൽ സക്സസ് ആവുന്നത്. അതല്ലാതെ പരീക്ഷകളിൽ മാത്രം ജയിച്ചുകൊണ്ടോ ഏതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ ട്രോഫി കിട്ടിക്കൊണ്ടോ മെഡൽ വാങ്ങിക്കൊണ്ടോ മാത്രം കാര്യമായില്ല. കണ്ടു നിൽക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഹൃദയത്തിൽ നമ്മൾ ഇടം നേടണം. അപ്പോഴാണ് നിങ്ങൾ റിയൽ ഹീറോസ് ആവുന്നത്, റിയൽ സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, സിനിമ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് ഇനി ഇതുപോലുള്ള നല്ല സിനിമകൾ ഇറങ്ങി കഴിയുമ്പോൾ കാണാൻ പോകട്ടോ. അപ്പോൾ സിത്താരെ സമീൻ പർ എന്നുള്ള സിനിമയുടെ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇത് വേറെ കുട്ടികൾ ഒക്കെ പാരൻസിനോട് പോയി കാണുന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? നിനക്കറിയില്ല അല്ലെ? നിരഞ്ജൻ റെക്കമെൻഡ് ചെയ്യേണ്ട ഈ സിനിമ വേറെ കുട്ടികൾ പാരൻസിനോട് ഒക്കെ പോയി കാണുന്നത്? പാരൻസിൻ്റെ ഒപ്പം കുട്ടികൾ പോയി ഈ സിനിമ കണ്ടാൽ നല്ലതാണെന്ന് നിരഞ്ജൻ റെക്കമെൻഡ് ചെയ്യണ്ട. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ താങ്ക് യു രാമസ്, ലച്ചൂസ്, നിരഞ്ജൻ ഫോർ യുവർ റിവ്യൂ. ഓക്കെ, നിങ്ങളിനി പോയി കളിച്ചോ.